ഈ ചെറിയ ചെറിയ അശ്രദ്ധകൾ ഞങ്ങളുടെ തൃശ്ശൂക്കാരെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നതാണ് ചോറ്, നമ്മുടെ പരിപ്പ് കുത്തി കാച്ചിയത്, പിന്നെ ഉണക്കമാന്തൽ വറുത്തത്. സോ യമ്മി ആൻഡ് ടേസ്റ്റിയാണ്. ഒരു കോമ്പിനേഷൻ വേറെ ഇല്ല. പക്ഷെ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ പരിപ്പും ചോറും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വട്ടം ആലോചിക്കും. വർക്കിന് പോണ ദിവസമാണെങ്കിൽ 10 വട്ടം ആലോചിക്കും. ആ കഥയിലോട്ടാണ് ഞാൻ വരുന്നത്. ഒരു ദിവസം ഞാൻ പരിപ്പും ചോറും കൂടി കുത്തി കയറ്റിയിട്ട് നോർമലി വർക്കിന് പോണ പോലെ പോയി. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നൊക്കെ നടന്നത് എൻ്റെ ലൈഫിലെ കറുത്ത അധ്യായങ്ങളിൽ ഒരു അധ്യായം. വയറിൻ്റെ ഉള്ളിൽ നല്ല കൊട്ടും കറിവും അതിൻ്റെ കൂടെ നല്ല വൊമിറ്റിംഗ് ടെൻഡൻസിയും. അപ്പം ഞാൻ പതുക്കെ എന്ത് ചെയ്തു, സ്റ്റാഫ് റൂമിലേക്ക് സ്കൂട്ടായി. ഇതിപ്പം മാറും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഉരുള് പൊട്ടിയിട്ട് വരുന്ന പോലെ എല്ലാം കൂടി പുറത്തേക്ക് വന്നത്. എനിക്ക് ടോയ്ലറ്റിലേക്ക് പോകാനുള്ള ഒരു സ്പേസ് പോലും കിട്ടിയില്ല. ഇരുന്നോർത്തിരുന്ന് ഞാൻ ഛർദ്ദിച്ചു. ഛർദ്ദിക്കണതൊക്കെ ഭയങ്കര നോർമൽ ആയിട്ടുള്ള കാര്യം, നമ്മളെല്ലാവരും ഛർദ്ദിക്കും. പക്ഷെ ഈ ഛർദ്ദി എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഛർദ്ദിച്ചിട്ടില്ല. എൻ്റെ പൊന്നി, ഇടുക്കി അണക്കെട്ട് തുറന്ന പോലെയായിരുന്നു. കുടലടക്കം പുറത്തു പോകാന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ആളായി ബഹളായി, ഞാൻ അവിടെ ഒരു സെലിബ്രിറ്റി ആയി, ആൾക്കാർ വരുന്നു ചോദിക്കുന്നു. പിന്നെ നമ്മുടെ 2ാമത്തെ ട്രിപ്പ് ഛർദ്ദി വന്നു. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് തല കറങ്ങി വീണായിരുന്നു. വെരി നൈസ്. അങ്ങനെ ഞാൻ കഴിച്ച ഫുഡിന്റെ ലാസ്റ്റ് തരി പോണ വരെ എന്റെ ബോഡി ഫൈറ്റ് ചെയ്തോണ്ട്. പിന്നെ കമ്പനി കാറിലെ സിക്ക് ലീവ് ഒക്കെ തന്ന് രാജകീയമായിട്ട് അവരെന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അത് ഈ മെമ്മറിയുടെ ഒരു ഗുഡ് പാർട്ട്. പിന്നെ ഒരു 6 മന്തിലേക്ക് ഞാൻ ചോറും പരിപ്പും തൊട്ടിട്ടില്ല. ശരിക്കും പറ്റിയത് എന്താണെന്ന് വെച്ചാൽ പരിപ്പ് ഇവിടെ നേരെ പരാതിയായിരുന്നു, ചോറായിരുന്നു പ്രശ്നം. സമ്മർ ടൈമായി കാരണം ചോറ് പെട്ടെന്ന് ഇരുന്ന് കേടായി. ഞാനത് കണ്ടപ്പോഴും കഴിച്ചപ്പോഴും എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. വിധീനെ തടുക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെങ്കിൽ, നമ്മുടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ അശ്രദ്ധകളായിരിക്കും നമുക്ക് വലിയ വലിയ പണികൾ തരിക. അപ്പം എന്താ പഠിക്കേണ്ടത്, നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠം എന്താ? സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അത്രേ ഉള്ളൂ. ഇനി ഞാൻ വേറെ കഥയായിട്ട് പിന്നെ ഒരു ദിവസം വരാം. ബൈ.